ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈലിൽ ചെന്നാൽ തന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് അവരവരുടെ സ്റ്റോറികളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത സ്റ്റോറിക്ക് നല്ലൊരു DP അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് എന്താ പറയുക, പല ടൈപ്പിലുള്ള ഫിറ്റ്നസ്, ഹെൽത്ത്, അതുപോലെ ലവ്, ഇങ്ങനെ പല ടൈപ്പിലുള്ള ഹൈലൈറ്റ് കവറുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രൊഫൈലിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നതാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഫോളോ ചെയ്തു പോയെന്ന് വന്നേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള പല ടൈപ്പുകളിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൈലൈറ്റ് കവറുകൾ എങ്ങനെ നമുക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾക്ക് ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ആദ്യം ഹൈലൈറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് 95% ആൾക്കാർക്ക് വേണമെങ്കിൽ അറിയാം, എങ്കിലും 5% അല്ലെങ്കിൽ ബിഗിനേഴ്സിന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. ഹൈലൈറ്റ് എന്തെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കുക, നിങ്ങളുടെ ഏട്ടൻ്റെയോ അല്ലെങ്കിൽ അനിയത്തിൻ്റെയോ അനിയൻ്റെ ആരുടെങ്കിലും ആയിക്കോട്ടെ കല്യാണം നടക്കും. നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കും, എന്നിട്ട് നൈസായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കി ഇടും. എന്നാൽ നിങ്ങൾക്ക് പിന്നെയും തോന്നും ആ ഒരു സ്റ്റോറിയൊക്കെ വീണ്ടും ഒന്നും കൂടി കണ്ടേ, അല്ലെങ്കിൽ ആ ഫോട്ടോ നമ്മുടെ കൈക്കത്ത് മിസ്സായ വീണ്ടും ഒന്നും കൂടി കണ്ടിനെങ്കിലോ എന്ന് തോന്നും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സ്റ്റോറി ഇടുമ്പോൾ തന്നെ അതിന് തൊട്ട് താഴെ ആഡ് ടു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഹൈലൈറ്റ് ആയിക്കൊണ്ട് കിട്ടുന്നതാണ് ആ ഒരു സ്റ്റോറി. നിങ്ങൾ ആ സ്റ്റോറി എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇട്ടതാണെങ്കിലും അതിൻ്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഇടുന്ന സ്റ്റോറി 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാറുള്ളൂ. എങ്കിൽ ഈ ഹൈലൈറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹൈലൈറ്റ് എന്നെന്ന് അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഹൈലൈറ്റുകൾക്ക് എങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള DP അല്ലെങ്കിൽ കവർ ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ ആക്കി കാണിച്ചു തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും, എനിക്കും എളുപ്പമാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി യൂട്യൂബിൻ്റെ തംബ്നെയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കിടിലനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്യാൻവൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പല ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ആൾ കാറ്റഗറീസ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ലോഗോ, ഇൻവിറ്റേഷൻ, ഫോട്ടോ, കൊളാഷ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആദ്യം ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു സൈസ്, അതായത് എത്ര സൈസിലാണ് വേണ്ടത് ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുന്ന ആ സൈസിലോട്ടാണ്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക, ഒന്ന് ടിക്ക് കൊടുക്കുക. അടുത്തായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു താറാവിൻ്റെ ചിഹ്നത്തോണ്ട് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തൊട്ട് താഴെ ഷേപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മതി, ഈസിയാണ്, വളരെ ഈസിയാണ്. എന്നിട്ട് നിങ്ങൾ റൗണ്ട് ഷേപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ ഒന്നും കൂടി അട്രാക്ഷൻ കിട്ടും, അതുകൊണ്ടാണ് റൗണ്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ അതിനൊരു കളർ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ ഒരു കളർ അതിന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ പ്ലസ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഓപ്ഷനിലോട്ട് തന്നെ വരിക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ സ്റ്റോറികൾക്ക് അനുയോജ്യമായ ഹൈലൈറ്റുകൾ കാണാൻ സാധിക്കും. ക്ലോക്ക്, അതേപോലെ ബൈനോക്കുലർ, പിന്നെ മൂണ്, അങ്ങനെ തുടങ്ങിയ നൈറ്റിലെടുക്കുന്ന ഫോട്ടോസിനൊക്കെ മൂണിൻ്റെ ഹൈലൈറ്റ് വേണമെങ്കിൽ കൊടുക്കട്ടെ സ്റ്റോറിക്ക്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹൈലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈലൈറ്റുകൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് സെലക്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഈ മൂണിൻ്റെ ചിത്രം ഒന്ന് ഇവിടെ എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഹൈലൈറ്റ് കവറായിട്ട് അവിടെ വെക്കുക. ഇപ്പം ഞാനിവിടെ ഒന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു മൂണിൻ്റെതാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇമേജുകൾ ആ ഒരു ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ എടുക്കാൻ നോക്കുക. എന്നിട്ട് മേലുള്ള സേവ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആദ്യം ക്രിയേറ്റ് ചെയ്തതിൽ നിന്നും നമ്മളിപ്പോൾ ആ മൂണിൻ്റെ ചിത്രം മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുക. എന്നിട്ട് അതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുക, ഇല്ലസ്ട്രേഷനിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്ന മറ്റേതെങ്കിലും ഇമേജ് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. അധികം നിങ്ങൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അട്രാക്ഷൻ ഉണ്ടാവും. മറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നും കൂടി അട്രാക്ഷൻ ആയിരിക്കും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അത് നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ട സൈസ് വരും. അവിടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുന്ന സൈസ് തന്നെ സെലക്ട് ചെയ്യണം. അല്ലാതെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റർ അല്ല, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് പറയുന്ന സൈസ് തന്നെ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇപ്പോൾ രണ്ടാമതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇമേജുകൾ ഈ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ
ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത് അതേ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇമേജ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതൊരു ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ഇമേജ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ആ പ്രീമിയത്തിന്റെ ചിഹ്നമുള്ള ഉണ്ടാവും, അതൊരിക്കലും എടുക്കാൻ സാധിക്കുന്നല്ല, അതിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഈ ഗാലറി അല്ല ഇമേജ് എന്നുള്ള ഗാലറി അല്ല ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു ഇമേജാണ് കൊടുക്കാൻ പോകുന്നത്. ഐ എം എ യൂട്യൂബർ, അതുകൊണ്ട് തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട യൂട്യൂബിന്റെ ലോഗോ ജസ്റ്റ് എന്ത് ചെയ്യും അവിടെ സെർച്ച് ചെയ്യാണ്. അപ്പോൾ യൂട്യൂബിന്റെ ലോഗോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ജസ്റ്റ് എന്ത് ചെയ്തു ഒന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുകയാണ്, അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അതിനനുസരിച്ച് തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം എന്ത് ചെയ്തു വാറ്റ് ചെയ്ത് അതേപോലെ തന്നെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര ഈസി ആയിക്കൊണ്ട് ഞാൻ അവിടെ 3 ഹൈലൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഒന്നുമില്ല, ഈസി ആയിക്കൊണ്ട് വളരെ ഈസി ആയിക്കൊണ്ട് 3 ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കിട്ടുന്നില്ല ഇമേജുകൾ, നിങ്ങൾക്ക് അനുയോജ്യമായ ഇമേജുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക ക്യാൻവ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇമേജുകൾ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഹൈലൈറ്റ് കവറുകളെല്ലാം നമുക്ക് നമ്മുടെ ഹൈലൈറ്റിൽ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോട്ട് വന്നിട്ടുണ്ട്. പ്രൊഫൈലിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പല ഹൈലൈറ്റുകളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള കവറില്ല. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കവർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പുതുതായിട്ടൊരു ഹൈലൈറ്റ് കവർ ആഡ് ചെയ്യലെന്ന് എങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ അതിനിവിടെ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സംബന്ധിച്ചൊരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓരോ വീഡിയോസ് ഇടുമ്പോഴൊക്കെ സ്റ്റോറി ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ തമ്മിലും കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പേര് കൊടുക്കാനാണ്. അതാണ് ഈ ഹൈലൈറ്റ് വെക്കുന്നവർക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ഹൈലൈറ്റിന് പേര് കൊടുക്കണം. ഞാൻ ഇപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ടാണ് യൂട്യൂബിൽ നിന്ന് പേര് കൊടുത്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ സെലക്ട് ചെയ്തൊരു ഫോട്ടോയാണ്, അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈലൈറ്റ് കവർ വന്നിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എഡിറ്റ് കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗാലറീൻ്റെ ഒരു ചിഹ്നമുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു പേജ് ആവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹൈലൈറ്റ് കവർ അവിടെ ഉണ്ടാവും. അതിൽ ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ കാണുന്ന ഡൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ അതൊരു ഹൈലൈറ്റ് കവറായി കാണുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ആ ഒരു ഹൈലൈറ്റ് കവർ വന്നപ്പോൾ തന്നെ ഒന്നും കൂടി പെർഫെക്ഷൻ ആയി തോന്നുന്നുണ്ട് യൂട്യൂബിൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മാത്രമേ ക്രോപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ബ്ലാക്കും വൈറ്റും കൂടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹൈലൈറ്റ് കവറൊക്കെ ഒഴിവാക്കുക, ആവശ്യമുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ആഡ് ചെയ്ത ഹൈലൈറ്റുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ പേടിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ മുന്നേ ആഡ് ചെയ്ത ഹൈലൈറ്റും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഡിറ്റ് ഹൈലൈറ്റ് എന്നാണ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ കവർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. എഡിറ്റ് കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ മുന്നേ ആഡ് ചെയ്ത ഹൈലൈറ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു കവർ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. അല്ല ഹൈലൈറ്റ് നിങ്ങൾ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു ഹൈലൈറ്റ് കവർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് കവറാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഹൈലൈറ്റ് കവർ ആഡ് ചെയ്യണം അത്രയും ഹൈലൈറ്റ് കവർ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം അട്രാക്റ്റീവ് ആക്കാൻ നോക്കുക. 5-6 ഹൈലൈറ്റ് കവർ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ തന്നെ ഒരു ഭംഗി കിട്ടുന്നതാണ്. ഒരു പക്ഷേ ഫോളോവേഴ്സ് വരെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതുതായിട്ട് ആരെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓപ്ഷനിലോട്ട് മാറ്റുക. നമ്മുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.